ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചിട്ടുള്ള സമയം അത് തീർത്തും ജാഗ്രതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, തഖ്വയോടുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ പരമാവധി സാധ്യമാകുന്നത്രയും നന്നാക്കുക, ശുദ്ധീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യവും തൗഫീഖും ഒക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിന്റെ അവസാനം ഹിജ്റയുടെ ഒരു വർഷം മുമ്പ് 52-ാം വയസ്സിൽ അത്യത്ഭുതമായ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ആ സംഭവം അൽ ഇസ്രാ വൽ മിഅ്റാജ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മളിപ്പോൾ റജബ് മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. റജബ് മാസവും മിഅ്റാജും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകൾ, ഇമാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാം ജൗസി, ഇമാം അസ്സുയൂത്തി പോലെയുള്ള പ്രാമാണികരായ പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത് റജബ് മാസത്തിലാണത് സംഭവിച്ചത് എന്നാണ്. എന്നാൽ അതേപോലെ തന്നെ പ്രാമാണികരായ പണ്ഡിതന്മാർ പലരും ഭിന്നാഭിപ്രായവും രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ കഴിയും. അത് റബീഉൽ അവ്വലിലായിരുന്നു, ജുമാദുൽ ഉഖ്റയിലായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. അത് ഏത് മാസത്തിലാവട്ടെ, ഏത് സമയത്താവട്ടെ, അത് നമ്മുടെ വിഷയമല്ല. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്നു എന്നുള്ളത് അഹ്ലുസുന്ന വൽ ജമാഅ, മുസ്ലിം ലോകം ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് വിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതുമാണ്. സൂറത്ത് അൽ ഇസ്രാ അതിന്റെ ആദ്യത്തെ ആയത്ത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ അൽ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള രാത്രി യാത്ര, ഇത് അൽ ഇസ്രാ എന്ന അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. പരിശുദ്ധനായ അല്ലാഹു തന്റെ ദാസനെയും കൊണ്ടുപോയി തന്റെ ദാസനെ യാത്ര ചെയ്യിപ്പിച്ചു അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫലസ്തീനിലെ ഖുദ്സിലേക്ക്, അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചു. ആ യാത്ര ചെയ്യിപ്പിച്ചതിന്റെ ലക്ഷ്യവും അതേ ആയത്തിൽ തന്നെ സൂചിപ്പിച്ചു. ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്തിനു വേണ്ടിയായിരുന്നു യാത്ര? നമ്മുടെ ചില പാഠങ്ങള്, ചില താക്കീതുകള്, ചില ദൃഷ്ടാന്തങ്ങള്, ചില ആയാത്തുകള്, ഇതൊക്കെ തന്റെ ദാസനായ പ്രവാചകനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു യാത്ര. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കം ഖുർആനിന്റെ ഈ വചനത്തിലൂടെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി മിഅ്റാജിനെ സംബന്ധിച്ചാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫലസ്തീനിലെ അഖ്സയിൽ നിന്ന് ആകാശയാത്ര നടത്തി എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം.
ഇത് സൂറത്തുൻ നജ്മിലെ 18ഓളം ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പ്രസിദ്ധരായിട്ടുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ തുടക്കമാണ് ഞാൻ ഓതി കേൾപ്പിച്ചത്. വൻ നജ്മി ഇദാ ഹവാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള 18ഓളം ആയത്തുകൾ. ഖുദ്സിൽ നിന്നുള്ള അടുത്ത സ്റ്റെപ്പ് ചില പടവുകളിലൂടെ, മിഅ്റാജ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പടവുകൾ, കോണികൾ എന്നൊക്കെയാണ് അർത്ഥം. അതിലൂടെ ജിബ്രീലിന്റെ സാന്നിധ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര ചെയ്തു. ഇതും ഇങ്ങനെ ചില ആയാത്തുകൾ വലഖദ് റആഹു മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, സൂറത്തുൻ നജ്മ്. അത് ഈ സംഭവമായിട്ട് അവസാനിക്കുന്നത് അങ്ങനെയാണ്. ലഖദ് റആഹു മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര. അല്ലാഹുവിന്റെ മഹത്തായ ചില ആയാത്തുകള്, പാഠങ്ങള്, താക്കീതുകള് ഈ പ്രവാചകന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടിയിട്ടാണ് യാത്ര എന്ന് മിഅ്റാജ് സംബന്ധമായിട്ട് സൂറത്തുൻ നജ്മിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. കാരണം പ്രവാചകന്മാർ എന്ന് പറയുന്നത് കേവലം ദാർശനികന്മാരെ പോലെയുള്ള ആളുകളല്ല. ദാർശനികന്മാർ എന്ന് പറയുന്നത് അവരുടെ നിഗമനത്തിന്റെയും ഊഹത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ, ആർജിതമായ വിജ്ഞാനത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. എന്നാൽ അവരാരും ഒരിക്കലും ഇത് ആത്യന്തിക സത്യമാണ് എന്ന് പറയാറുമില്ല. അതേസമയത്ത് പ്രവാചകന്മാർ പറയുമ്പോൾ ഇന്നൽ ജന്നത ഹഖ്കുൻ വന്നാറു ഹഖ്കുൻ വൽ മീസാനു ഹഖ്കുൻ വസ്സിറാത്തു ഹഖ്കുൻ, സ്വർഗം അത് സത്യമാണ്, നരകവും സത്യമാണ്, മീസാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരു സംവിധാനം അതും സത്യമാണ്. ഇങ്ങനെ സത്യമാണ് എന്ന് ആണയിട്ട് പറയുന്നതിന് വേണ്ടി ആധികാരികമായത് കണ്ടിരിക്കണം. ഈ അടിസ്ഥാനത്തിൽ കൂടിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അസ്റാ ബി അബ്ദിഹി, തന്റെ ദാസനെ യാത്ര ചെയ്യിപ്പിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ ദൃഷ്ടാന്തങ്ങൾ കാണിക്കുക എന്നുള്ളത്, അതോടൊപ്പം തന്നെ ഈ യാത്രയുടെ രൂപത്തെ സംബന്ധിച്ചും അതിന്റെ ഗതിയെ സംബന്ധിച്ചുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് തന്നെ ഇത് തന്റെ ദാസന്റെ ശാരീരികമായിട്ടുള്ള യാത്രയായിരുന്നു, ശരീരസമേതമുള്ള യാത്രയായിരുന്നു. അല്ലാതെ സ്വപ്നലോകത്തിരുന്ന് കുറെ ദർശനങ്ങൾ കണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതായിരുന്നില്ല. ശരീരം കൊടുത്ത്, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ സുബ്ഹാൻ, ഇത് അത്യത്ഭുതമാണ്, പരിശുദ്ധനാണ് അല്ലാഹു തന്റെ ദാസനെ യാത്ര ചെയ്യിപ്പിച്ച. ഇത് കേവലം അല്ലാഹുവിന്റെ റസൂൽ സ്വമേധയാ യാത്ര ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് അസ്റാ ബി അബ്ദിഹി, തന്റെ അബ്ദിനെ, തന്റെ ദാസനെ ശരീരത്തോടു കൂടി തന്നെ കൊണ്ടുപോയി എന്നുള്ള പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലും ഇത് ശരീരപ്രധാനം തന്നെയായിരുന്നു. അല്ലാതെ കേവലം ഒരു സ്വപ്നത്തിലും അതുപോലെ തന്നെ സ്വപ്നം കാണുന്ന പോലെ, ഉറക്കത്തിൽ കാണുന്ന പോലെ ചില ദർശനമായിരുന്നില്ല. കാരണം അങ്ങനെയായിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള പ്രയോഗം അത്യത്ഭുതം എന്ന രൂപത്തിൽ സുബ്ഹാൻ, അല്ലാഹു പരിശുദ്ധനാണ് എന്ന പ്രയോഗത്തിലൂടെ ഇത് പ്രതിപാദിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് മുഫസ്സിറുകൾ പറയുന്നു. കാരണം സ്വപ്നം നമ്മളൊക്കെ കാണാറുണ്ട്, അതൊന്നും യാതൊരു കോളിളക്കവും സൃഷ്ടിക്കാറുമില്ല. നാം പല സ്ഥലങ്ങളിലും പോയതായിട്ട് നമ്മൾ സ്വപ്നം കാണാറുണ്ട്. ആകാശത്തേക്ക് പോകുന്നില്ലെങ്കിലും മറ്റു പല ദിക്കുകളിലേക്കും പോകുന്നതായിട്ട്, ഇപ്പോഴൊക്കെ ആകാശത്ത് പോകുന്നവരായിട്ടും സ്വപ്ന ദർശനങ്ങൾ ഉണ്ട് എന്നൊക്കെ നമുക്ക് മറ്റുള്ള മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ കഴിയാറുണ്ട്. അതെന്താവട്ടെ,
അപ്പൊ ഇത് സ്വപ്നമായിരുന്നുവെങ്കിൽ ഇങ്ങനെ കൗതുകത്തോടുകൂടി പറയേണ്ട, പ്രതിപാദിക്കേണ്ട ആവശ്യം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. മാത്രമല്ല, ഇതിന്റെ പേരിൽ വലിയ കോളിളക്കമാണ് മക്കയിൽ ഉണ്ടായത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു സുപ്രഭാതത്തിൽ വന്നുകൊണ്ട് ആളുകളെ വിളിച്ച് ഈ കാര്യം ഉണർത്തിച്ചപ്പോൾ, അവരോട് പറഞ്ഞപ്പോൾ അവര് എതിരഭിപ്രായങ്ങൾ, അതെങ്ങനെ സംഭവിക്കും, അത് ഞങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കുമൊന്നും അത് അനുമാനിക്കാൻ പോലും സാധിക്കാത്തതാണല്ലോ, ഇതെങ്ങനെ കഴിയും? വിശ്വാസികളിൽ പോലും ചിലരെങ്കിലും മുർത്തദ്ദായി എന്ന് വരെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതുവരെ ഒരു ദശാബ്ദക്കാലം, ഒരു ദശകക്കാലം പ്രവാചകൻ അവിടെ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിച്ചു. ഇപ്പോ അതിരുവിട്ട് സംസാരിക്കുകയാണോ? ഒരൊറ്റ രാത്രി കൊണ്ട് വാനലോകത്ത് മുഴുവൻ കറങ്ങി ഈ മക്കയിൽ തന്നെ തിരിച്ചെത്തി എന്ന് പറയുന്നതിലേക്ക് വരെ എത്തിയോ എന്ന് ദുർബലരായ ചില വിശ്വാസികളെങ്കിലും അതനുസരിച്ച് വിശ്വസിക്കുകയും ഇസ്ലാം അത് ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത്രത്തോളം കോലാഹലം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ഇത് ശരീരപ്രധാനമായിരുന്നു. ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യവുമില്ല എന്നുള്ളതാണ് സൂചിപ്പിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ അസ്റാ ബി അബ്ദിഹി എന്ന പ്രയോഗത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം നിഗമനങ്ങൾക്ക് മറുപടി പറയുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ എന്തിനാണ് ഇത് രാത്രി, അസ്റാ ബി അബ്ദിഹി ലൈലൻ, എന്തുകൊണ്ടാണ് രാത്രി ഇങ്ങനെ ഒരു യാത്ര സംവിധാനം ചെയ്തത് എന്നും ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. പകലായിക്കൂടെ? അതിനൊക്കെ മുഫസ്സിറുകള് ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, രാത്രിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ രാത്രി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ചില ശാന്തതയും, അത് സമാധാനത്തിന്റെയും നിശബ്ദതയുടെയും ഏകാന്തതയുടെയും ഒക്കെ ഇടമാണ്, ഒരു കാലമാണ് രാത്രി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത്, ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വ അഖ്വമു ഖീല. പ്രവാചകനോട് പറയുന്നുണ്ടല്ലോ, നമ്മോടൊക്കെ പറയുന്നുണ്ടല്ലോ, രാത്രി നമസ്കാരം എന്ന് പറയുന്നത് അത് പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ, നിങ്ങൾക്ക് വളരെ നല്ല കാഴ്ചപ്പാടുണ്ടാകാൻ, നല്ല അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് പിൻബലം നൽകും, മനക്കരുത്ത് നൽകും രാത്രിയുള്ള നമസ്കാരം എന്ന് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഇസ്തിഗ്ഫാറിന്റെ സമയമാണ്. പാപമോചനത്തിന് വേണ്ടി ഒരു വിശ്വാസി തെരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല സമയം ഈ രാത്രിയുടെ അവസാന ഭാഗമാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികളുടെ ലക്ഷണമൊത്ത വിശ്വാസികളുടെ സവിശേഷതകളായിട്ട് പറയുമ്പോൾ ഈ രാത്രിയിൽ അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അടുത്ത, ഭൂമിയുടെ അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങി വരുന്ന സമയം കൂടിയാണ്. എന്നിട്ട് അല്ലാഹു ചോദിക്കുമത്രേ, ഹൽ മിൻ സായിലിൻ യുഅത, ആരെങ്കിലും ചോദിക്കുന്നവരെവിടെ? ഈ രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റിരുന്ന് എന്നോട് ചോദിക്കുന്ന ആവശ്യങ്ങൾ എന്റെ മുമ്പിൽ നിരത്തുന്നവരെവിടെ? ഹൽ മിൻ ദാഇൻ യുസ്തജാബു ലഹു, പ്രാർത്ഥിക്കുന്നവരെവിടെ? തന്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന രേഖപ്പെടുത്തുന്നവർ എവിടെ? ഞാൻ ഉത്തരം ചെയ്യാൻ തയ്യാറാണല്ലോ, പക്ഷെ ആളുകളെ കാണുന്നില്ല. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ യഗ്ഫിറു ലഹു, പിന്നെയും അല്ലാഹു ചോദിക്കുന്നുണ്ട്, പാപമോചനത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾ എവിടെ? ഇവരാരും കുറ്റം ചെയ്യാത്തവരാണോ? വളരെ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണോ? മുസ്തഗ്ഫിറുകൾ എവിടെ? ഞാൻ പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഇതും രാത്രിയുടെ പ്രത്യേകതയായിട്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്. മറ്റു പല പ്രവാചകന്മാരെ സംബന്ധിച്ച് പറയുന്ന ഇടങ്ങളിലെല്ലാം അവരോടൊക്കെയും മൂസാ നബിയോട് പറഞ്ഞല്ലോ, ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ. പകല് സമയമില്ലാത്തത് കൊണ്ടായിരുന്നില്ലല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ അടിമകളുമായിട്ട്, എന്റെ ദാസന്മാരുമായിട്ട് മൂസ പ്രവാചകരെ നിങ്ങൾ യാത്ര തിരിക്കുക രാത്രി.
ആ രാത്രി തന്നെ യാത്ര തിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനോടും അതുപോലെയുള്ള സംസാരമാണ് അല്ലാഹ് നടത്തുന്നത്. ഫഅസ്രി ബിഅഹ്ലിക ബിഖത്ഇൻ മിനൽ ലൈൽ, രാത്രിയുടെ ഒരു ഭാഗത്ത് അതിന്റെ അവസാന നിമിഷത്തിൽ യാത്ര തിരിക്കൂ തന്റെ ആളുകളുമായിട്ട്. അപ്പൊ രാത്രിയുടെ പ്രാധാന്യം മാത്രമല്ലല്ലോ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഈ മഹത്തായ രാത്രിയിലാണ് ഈ വിശുദ്ധ ഖുർആനിന്റെ അവതരണവും ഉണ്ടായത്. ആ അർത്ഥത്തിലെല്ലാം രാത്രിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് രാത്രി യാത്ര ചെയ്തത്. മാത്രമല്ല അതിലുപരിയായിട്ട് ഒരു പകൽ ഒരു യാത്ര നടത്തിയിട്ട് ഒരു വ്യക്തമായ ദൃഷ്ടാന്തം അവരെ കാണിച്ചുകൊണ്ട് ഒരു മുഅ്ജിസത്തിലൂടെ ഈ വിശ്വാസത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്നുള്ളത് പ്രവാചകന്റെ ഒരു രീതിയായിരുന്നില്ല. അതെല്ലാവരും പകലങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഒരു സംശയവും വേണ്ട ഇസ്ലാമിലേക്ക് കടന്നു വരും. പക്ഷെ അങ്ങനെ മാജിക്കിലൂടെ അങ്ങനെ മുഅ്ജിസത്ത് കാണിച്ചുകൊണ്ട് അസാധാരണമായ സംഭവങ്ങൾ കാണിച്ചുകൊണ്ട് ആളെ കൂട്ടുന്ന ഒരു പ്രസ്ഥാനമല്ല ദീനുൽ ഇസ്ലാം എന്ന് ബോധ്യപ്പെടുത്തലും കൂടിയായിരുന്നു. അതിലുപരിയായിട്ട് ഒരു 10 വർഷമായി ഒരു ദശാബ്ദക്കാലം തന്റെ കൂടെ നിന്നിരുന്ന വിശ്വാസികളെയും പരീക്ഷിക്കണം. ഇവരെത്രത്തോളം തികവും മികവുമുള്ള ഈമാനിന്റെ വക്താക്കളായി മാറിയിട്ടുണ്ട്, ഇവരുടെ ഉള്ളുറപ്പ് എത്രത്തോളമുണ്ട്. എന്റെ ജീവിതം അനുഭവിച്ചവരാണ്, എന്റെ കൂടെ നടന്നവരാണ്, വഹിയിലൂടെ അവർ അധ്യാപനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉൾക്കൊണ്ട ജനങ്ങളുടെ ഉള്ളുറപ്പ് എത്രത്തോളമുണ്ട്, ഈമാൻ എത്രത്തോളം തികവും മികവോടും കൂടി ഇവർ സ്വീകരിച്ചിട്ടുണ്ട്. ഇതും പരീക്ഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങനെ കാണാത്ത ഒരു യാത്ര നടത്തി എന്ന് പറയുമ്പോൾ ഇത് ഉൾക്കൊള്ളാൻ എത്ര ആളുകൾ തയ്യാറാണ്. അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വിശുദ്ധരായ ആളുകൾ എപ്പോഴും ഗൈബിൽ അദൃശ്യമായ സംഭവങ്ങളിൽ വിശ്വസിക്കുന്നവരായിരിക്കും. അത് സൂറത്തുൽ ബഖറയുടെ ആമുഖത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാത്രമല്ല സൂറത്തുൽ ഇസ്രായിൽ തന്നെ വമാ ജഅൽന റുഅയല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്, നാം പ്രവാചകരെ താങ്കൾക്ക് വമാ ജഅൽന റുഅയല്ലതി അറൈനാക, താങ്കളെ കാണിച്ച ഈ കാഴ്ചകളുണ്ടല്ലോ, മിഅ്റാജിലൂടെ താങ്കൾ കണ്ട കുറെ കാഴ്ചകളെ സംബന്ധിച്ച് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇതെല്ലാം ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമായിരുന്നു. ആരെല്ലാം ഇത് ഉൾക്കൊള്ളും, തുറന്ന മനസ്സോടുകൂടി ഉൾക്കൊള്ളാൻ എത്ര ആളുകളുണ്ട് എന്നുള്ള ഒരു പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുക കൂടിയായിരുന്നു ഇതിന്റെ ഒക്കെ ലക്ഷ്യം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഈ വിവരം കുറെ ആളുകൾ ഓടിക്കതച്ച് എന്നുകൊണ്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ മുഹമ്മദ് പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യം ആ വഖാല ദാലിക, ഇത് അദ്ദേഹം പറയുന്നുണ്ടോ? ലഇൻ കാന ഖാല ദാലിക ലഖദ് സദഖ, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു, ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിശ്വസ്തൻ എന്ന പേര് സുമ്മിയ അബൂബക്കറിൻ ബിസ്സിദ്ദീഖ്, സിദ്ദീഖ് എന്ന പേര് കിട്ടാനുള്ള കാരണം തന്നെ ഈ സംഭവം അത് അദ്ദേഹത്തിന്റെ തികവും മികവുമുള്ള ഈമാൻ അത് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. ആ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ് മിഅ്റാജിന്റെ സന്ദേശം എന്ത്, അല്ലെങ്കിൽ ഇസ്രാഇന്റെ സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈമാനിന്റെ ശക്തി, നമ്മുടെ ഈമാനിന്റെ ഉള്ളുറപ്പ് എത്രത്തോളമുണ്ട് എന്ന് പരീക്ഷിക്കലും കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും നമുക്ക് കാണാൻ കഴിയും. ഇനി അതുമായി ബന്ധപ്പെട്ട്, മിഅ്റാജുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ സാമൂഹ്യ ജീവിതവും നമ്മുടെ സാംസ്കാരിക ജീവിതവുമായൊക്കെ ഏറെക്കുറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതികൾ. ഈ യാത്രയിൽ, മിഅ്റാജിന്റെ യാത്രയിൽ ആകാശലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ പോയത് കൊണ്ട് അവിടെ കണ്ട കുറെ ചിത്രീകരണങ്ങളുണ്ട്. ഈ ചിത്രീകരണങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ജീവിതവുമായിട്ട് നേർക്കുനേരെ ബന്ധം നിൽക്കുന്നത്. അതാണ് മിഅ്റാജിന്റെ സന്ദേശം, അതാണ് ഇസ്രാഇന്റെ സന്ദേശം.
അതിലേറ്റവും പ്രധാനപ്പെട്ടത് മിഅ്റാജിലൂടെ നമുക്ക് ലഭ്യമായ അസ്സലാ, ഈ നമസ്കാരം, അതൊരിക്കലും ലാഘവത്തോടു കൂടി കാണരുത് എന്നും അത് വളരെ ഗൗരവത്തോടു കൂടി കാണണമെന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകള് കുറെ ഈ ചിത്രീകരണത്തിൽ, ഈ കാഴ്ചയിൽ, ആകാശ ലോകത്ത് കണ്ട കാഴ്ച വിശദീകരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാൻ, കുറെ ആളുകൾ വലിയ കല്ലുകൾ എടുത്ത് സ്വയം തങ്ങളുടെ ശിരസിൽ ഇങ്ങനെ അടിക്കുന്നു, രക്തം വാർന്നൊലിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്, ഇവരാരാണ്? ജിബ്രീൽ നബി തിരുമേനി ചോദിച്ചപ്പോ പറയുന്നത്, നമസ്കാരത്തോട് ഒരു പ്രത്യേക താല്പര്യമില്ലാതെ, എന്തോ ഒരു ആദത്തായി ആർക്കെങ്കിലും വേണ്ടി അങ്ങനെ ഒരു നമസ്കാരം നടത്തുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നാണ് സൂചിപ്പിച്ചത്. നമ്മളുമായിട്ട് നേർക്കുനേരെ ബന്ധമുള്ള സംഗതിയാണ്. മിഅ്റാജിന്റെ ഒന്നാമത്തെ സന്ദേശം അത് തന്നെയാണ്. മറ്റൊന്ന്, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, വിശ്വാസിയുടെ ഉയർച്ചയിലേക്കുള്ള, ഉന്നതിയിലേക്കുള്ള പടവുകളാണ്, കയറ്റമാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത്. ഈ അടിസ്ഥാനത്തിലാണ് എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വിശുദ്ധമാവുക, അങ്ങനെ ഒരു നല്ല സംസ്കരിക്കപ്പെടുക, ആ അർത്ഥത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക. അത് നമസ്കാരത്തിലൂടെ കഴിയും. അതൊരിക്കലും ലാഘവത്തോടുകൂടി കാണരുത് എന്നുള്ള സന്ദേശം ഈ മിഅ്റാജ് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ചിത്രീകരണം അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുന്നുണ്ട്. കുറെ ആളുകള് അവരുടെ മുന്നിലും പിന്നിലുമൊക്കെ അവരിങ്ങനെ ഭക്ഷിക്കുകയാണ്. അവര് വായിലൂടെ മാത്രമല്ല ഭക്ഷിക്കുന്നത്, പിൻഭാഗത്തു കൂടിയും ഭക്ഷിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്നു. യസ്റഹൂൻ കമാ തസ്റഹുൽ ഇബിൽ, ഒട്ടകം ഭക്ഷിക്കുന്ന പോലെ. യഅ്കുലൂന ളരിഅ വസ്സഖൂം, ഈ മരുഭൂമിയിലുള്ള മുൾച്ചെടികള് ഭക്ഷിക്കുന്ന ഒട്ടകത്തെ പോലെ ഇങ്ങനെ നരകത്തിൽ ഓടിച്ചാടി നടന്നുകൂടി ഇത് ഭക്ഷിക്കണം. മറ്റൊന്നും അവർക്ക് കിട്ടുന്നില്ല. ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്, ഇവർ സകാത്ത് കൊടുക്കാത്തവരാണ്. ഇവർ ഉള്ള സമ്പത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ധനം തന്റെ കഴിവും തന്റെ പ്രാപ്തിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് മറ്റൊരാൾക്കും അവകാശപ്പെട്ടതല്ല എന്ന് നിഗളിക്കുകയും ആ അടിസ്ഥാനത്തിൽ തന്റെ ഇച്ഛകൾക്കനുസൃതം അത് വിനിയോഗിക്കുകയും ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ. ഇത് നമ്മളുമായിട്ട് നേർക്കുനേരെ ബന്ധമുള്ള സംഗതിയല്ലേ മിഅ്റാജിന്റെ സന്ദേശം? അതുപോലെ തന്നെ മറ്റൊരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇങ്ങനെ ചിത്രീകരിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഈ യാത്രയിൽ നമ്മെ ബോധ്യപ്പെടുത്താനാണ്. ബുതൂനുഹും കൽ ബുയൂത്ത് ഫിഹൽ ഹയ്യാത്ത് തറാ മിൻ ഖാരിജി ബുതൂനിഹിം, വലിയ വലിയ ആമാശയമുള്ള ആളുകൾ, വയറുകളുള്ള ആളുകൾ. ആ ആമാശയത്തിൽ വയറുകൾ നിറയെ പാമ്പുകളാണ്, സർപ്പങ്ങളാണ്. തറാ മിൻ ഖാരിജി ബുതൂനിഹിം, ഈ വയറാകട്ടെ ട്രാൻസ്പെറന്റ് ആണ്. അതിന്റെ അകത്തുള്ളതെല്ലാം നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയും. വലിയ വിഷസർപ്പങ്ങൾ അവിടെ കിടന്ന് ഇങ്ങനെ കുഴഞ്ഞു മറിയുന്ന രംഗമാണ്. ഇതാരാണ്? ഇത് ഏതു വിഭാഗം ആളുകൾക്കുള്ള ശിക്ഷയാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പലിശ തിന്നുന്ന ആളുകളാണ്. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് മിഅ്റാജിന്റെ സന്ദേശമായിട്ട് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കണം. അതാണ് നമ്മളുമായിട്ടുള്ള മിഅ്റാജിന്റെ ബന്ധം. ഇസ്രാവുമായിട്ട് അതാണ് നമ്മുടെ ബന്ധം. ഇത് കേവലം ഏതെങ്കിലും ഒരു സുന്നത്ത് നോമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ദുആ കൊണ്ടോ അവസാനിപ്പിക്കാൻ പറ്റുന്ന സംഗതിയല്ല. ഇതാണ് ബന്ധം, ഹൃദയബന്ധമാണ്. പിന്നീട് ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അതിൽ ഭയാനകമാണ്. നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ ഒരു കൈയിൽ നല്ല മാംസമുണ്ട്, മറുകൈയിൽ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധമുള്ള മാംസവുമുണ്ട്. പക്ഷെ ആളുകൾ ഭക്ഷിക്കുന്നത് ദുർഗന്ധമുള്ള മാംസമാണ്. ജിബ്രീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നു, ഇവരാരാണ്? അവര് വ്യഭിചാരികളാണ്. തന്റെ ഹലാലായ ഇണകൾ ഉണ്ടായിട്ട് പോലും ലൈംഗിക അരാജകത്വത്തിന് അടിമപ്പെട്ടുകൊണ്ട് മറ്റുള്ള സംവിധാനങ്ങൾ തേടിപ്പോകുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നതും നമ്മുടെ സമൂഹവുമായിട്ട് ലൈവായി നമ്മളുമായിട്ടുള്ള ബന്ധമല്ലേ മിഅ്റാജ് നൽകുന്ന സന്ദേശം?
അതുപോലെ തന്നെ പിന്നീട് പറയുന്നത് കുറെ പരദൂഷണക്കാർക്കുള്ള ശിക്ഷയാണ്. അവർക്ക് വലിയ നഖങ്ങളുണ്ട്, മുഖവും മാറിടവും ഒക്കെ, അതുകൊണ്ട് ഇങ്ങനെ മാന്തി പൊളിക്കുന്ന രംഗമാണ്. ഇവരോ ആരാണെന്ന് ചോദിച്ചപ്പോഴും ഇത് പരദൂഷണം പറയുന്ന ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ ഇതുമായി ബന്ധപ്പെട്ടും സൂചിപ്പിച്ചത്. ഇതൊക്കെയും നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ജീർണതകളെ സംസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശിക്ഷ. അതോടൊപ്പം തന്നെ കുറെ ആളുകള് ഈ നരകത്തിലുള്ള ആളുകളുടെ ചീഞ്ഞളിഞ്ഞ ആ ദുർഗന്ധം വമിക്കുന്ന ആ ചലം അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഇവർ മദ്യപാനികളാണ്. നമ്മുടെ ഇസ്രാവും മിറാജും നമ്മളുമായിട്ടുള്ള ബന്ധം അതാണ് ബന്ധം. ഈ മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള ശിക്ഷ ഇതാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സന്ദേശത്തിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങള് മോശമായിട്ട് സംസാരിക്കുന്ന ആളുകള്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് വളരെ മോശമുള്ള പദങ്ങൾ പ്രയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മനുഷ്യന്റെ ചെറിയ വായയിലൂടെ വലിയൊരു മൃഗം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. പിന്നീട് ഈ മൃഗത്തിന് അങ്ങോട്ട് തന്നെ കടക്കാൻ കഴിയുന്നില്ല, വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, ഇവര് വളരെ മോശമായ കേൾക്കാൻ അറപ്പുള്ള വാക്കുകൾ ദൈനംദിന ജീവിതത്തിൽ സഹോദരങ്ങളോട് പ്രയോഗിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് തിരിച്ചെടുക്കാൻ കഴിയാതെ അവർ ഖേദിക്കുന്ന രംഗം. അതുകൊണ്ടാണല്ലോ നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛന്റെ കവിതകളിൽ പോലും കാണാൻ കഴിയുന്നത്, അമ്പുകൊണ്ടുള്ള വ്രണം കാലത്താൽ നികത്തിടും, കൊമ്പുകൾ കണ്ടിച്ചാലും പാദപം കിളിർത്തിടും, കാട്ടുതീ വെന്താൽ വനം പിന്നെയും തളിർത്തിടും, കേട്ടുകൂടാത്ത വാക്കാമായുധം പ്രയോഗിച്ചാൽ പൂർണ്ണമായി ശമിപ്പതിലൊട്ടുന്നാൾ ചെന്നാൽ പോലും. ഇതാണ് ഇസ്രായിന്റെ സന്ദേശം, ഇതാണ് മിഅ്റാജിന്റെ സന്ദേശം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, വഖൂലു ലില്ലാഹി ഹുസ്ന വഖൂലു ലഹു ഖൗലൻ ലയ്യിനൻ വഖൂലു ഖൗലൻ സദീദൻ വലാ തനാബസു ബിൽ അൽഖാബ്. ഇങ്ങനെ കുറെ പ്രയോഗങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലാഹു പ്രയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നല്ലത് സംസാരിക്കുക, മറ്റുള്ളവരോട് മധുരമായി സംസാരിക്കുക, അവനെ സാന്ത്വനിപ്പിക്കുക, ഇങ്ങനെയുള്ള സംസാരങ്ങളെ പാടൂ എന്ന് ഈ മിഅ്റാജും ഇസ്രാവും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയും നമ്മളുമായിട്ടുള്ള മിഅ്റാജിന്റെ സന്ദേശമാണ്. അതിലുപരിയായിട്ട് മറ്റൊരു ബന്ധം എന്ന് പറയുന്നത് ഇസ്രാവും ഖുദ്സുമായിട്ടുള്ള ബന്ധമാണ്. അൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര, രണ്ട് പള്ളികൾക്കിടയിലുള്ള യാത്ര. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദം, പ്രവാചകന്മാരുടെ മുഴുവൻ പാദസ്പർശമേറ്റ ആ മണ്ണ്, അത് മുസ്ലിം ഉമ്മത്തിന്റെ മണ്ണാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ നിങ്ങൾക്കറിയാം, നമ്മുടെ മനസ്സിലുണ്ട്. അവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ മദീനയിൽ എത്തിയപ്പോൾ പള്ളി നിർമ്മിക്കുകയാണ് ചെയ്തത്. ആദ്യം ഖുബ നിർമ്മിച്ചു, പിന്നീട് അൽ മസ്ജിദുൻ നബവി നിർമ്മിക്കുകയാണ്. പ്രവാചകന്റെ പള്ളിയാണ്. എന്നാൽ ഇവിടെ അതല്ല, ഈ യാത്രയിൽ അതല്ല. ഈ പള്ളി നേരത്തെ അവിടെ ഉള്ളതാണ്. ആ പള്ളിയിലേക്കാണ് യാത്ര. അപ്പൊ ഈ മുസ്ലിം ലോകം, മുസ്ലിം ഉമ്മത്തിന്റെ പ്രവാചകന്മാരിലൂടെ പരമ്പരാഗതമായി അവർ കൈവശം വെച്ച ആ പ്രദേശമാണ്. അത് മുസ്ലിം ഉമ്മത്തിന്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് കൂടി അടിവരയിട്ടുകൊണ്ട് ഈ സന്ദേശം മിഅ്റാജ് എന്ന് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ആ ഫലസ്തീൻ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ ഖുദ്സ് അൽ അഖ്സ ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി അവർ ദൈനംദിനം നമ്മൾ അവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും അവരെ ഓർക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ നമ്മൾ വായിച്ചല്ലോ, AI പ്രത്യേകമായ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള സംഹാര രീതികൾ പോലും അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ആ കിരാത ഭരണകൂടം അവിടെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഫോണിലേക്ക് മകൻ തന്റെ പിഞ്ചു കുഞ്ഞ് വിളിക്കുന്ന രൂപത്തിലുള്ള സംസാരം
വൈൻ ബാബ ഇർജി ഇലൽ ബൈത്ത്, വാപ്പ നിങ്ങൾ എവിടെ, വീട്ടിലേക്ക് വരൂ. ഈ സൗണ്ട് കേട്ടാൽ വാപ്പ വീട്ടിലേക്ക് വരികയാണ്. കാരണം തന്റെ പിഞ്ചു കുഞ്ഞിന്റെ സൗണ്ടാണല്ലോ. അങ്ങനെ വീട്ടിലേക്ക് പിതാവ് എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികളും കുടുംബവും അതിന്റെ പരിസരവും ഉൾക്കൊള്ളുന്ന പ്രദേശമാകെ ചാമ്പലാകുകയാണ്. ഇത്തരത്തിലുള്ള കിരാതമായ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ശാപപ്രാർത്ഥനയും ഈ സന്ദർഭത്തിൽ മിഅ്റാജിന്റെ സന്ദേശമായിട്ട് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, റജബ് മാസത്തിലാണ് എന്ന അഭിപ്രായം ഉണ്ട്, അതല്ല എന്നുള്ള അഭിപ്രായവും പ്രബലമാണ്. പക്ഷേ ഇനി റജബ് മാസത്തിൽ തന്നെയാണ് ഇത് സംഭവിച്ചതെങ്കിൽ പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ടുള്ള നോമ്പോ മറ്റെന്തെങ്കിലും ഇബാദാത്തുകളോ ഇതിൽ ആവർത്തിക്കുവാനും അല്ലെങ്കിൽ നടപ്പിലാക്കുവാനോ പ്രാവർത്തികമാക്കുവാനോ നമ്മോട് നിർദ്ദേശിച്ചിട്ടുമില്ല. അതേസമയം എല്ലാ മാസത്തിലുമുള്ള നോമ്പ് അത് 11, 12, 13 ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ്, അല്ലെങ്കിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ്. അത് റജബ് മാസത്തിലും ഇതേ തീയതികളിലൊക്കെ വരികയാണെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം. അതിലുപരിയായിട്ട് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങള് നോമ്പിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ ദുആയുടെ രൂപത്തിലോ ഒന്നും പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ളതും ഇതിന്റെ കൂടെ നാം മനസ്സിലാക്കേണ്ട സംഗതികളാണ്. ഇതിന്റെ ഏറ്റവും പ്രധാന കാതലായ തലം ഇതാണ്, ഈ ഖുദ്സിന്റെ സന്ദേശം. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീർണതകൾ അകറ്റാനുള്ള കുറെ സന്ദേശങ്ങൾ. ഇതാണ് മിഅ്റാജ്, ഇതാണ് ഇസ്രാ. അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തുല്ലാഹി വസലാമുഹു അലാ സയ്യിദുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരന്മാരെ, ഒരിക്കൽ കൂടി വളരെ ജാഗ്രതയോടുകൂടി തഖ്വയോടുകൂടി വിശുദ്ധ ജീവിതം നയിക്കുവാൻ നാം തയ്യാറാകണമെന്ന് സൂചിപ്പിക്കുകയാണ്. ധാരാളം ആളുകൾ രോഗാവസ്ഥയിൽ കിടക്കുന്ന ഹോസ്പിറ്റലുകളിലും മറ്റുമൊക്കെ കിടക്കുന്ന ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പള്ളിയിൽ വരുന്ന പലരും, കഴിഞ്ഞ ആഴ്ച പോലും ഇവിടെ ഇരുന്നിരുന്ന ആളുകളിൽ 1-2 വ്യക്തികൾ പ്രത്യേകിച്ച്, അവരുടെ കുടുംബത്തിനും അതുപോലെ തന്നെ ആ വ്യക്തികൾക്കും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫയും സുഹത്തും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റുള്ള നമ്മുടെ വീടുകളിൽ കഴിയുന്ന രോഗികൾ, നമ്മുടെ മാതാപിതാക്കളായ രോഗികൾ, ഇവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്ന് അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളും മറ്റുമൊക്കെ, അവർക്കൊക്കെയും ബർസഖിയായ ജീവിതത്തിൽ മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന നമ്മുടെ മക്കള്, നമ്മുടെ മറ്റു ബന്ധപ്പെട്ട ആളുകൾ, ഇവർക്കൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാന അന്തരീക്ഷത്തിൽ ഉപജീവനം നടത്തുവാനും വളരെ നല്ല രൂപത്തിൽ ജീവിക്കുവാനും ഒക്കെയുള്ള അവസ്ഥകളും മാനസികാവസ്ഥ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رب.